എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ അതിചാരമായി 2026 ഒക്ടോബർ 31-ന് ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടക രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം ഉത്രാടം അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകളടങ്ങിയിട്ടുള്ള മകരക്കുറുകർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് 7-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ കുടുംബജീവിതത്തിലും കരിയറിലും ഉണ്ടാകുന്ന അനുകൂല മാറ്റങ്ങളെക്കുറിച്ചും പിന്നീട് അഷ്ടമരാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മകരക്കുറുകരെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലും ബിസിനസ്സിലും വളരെ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്ന വർഷമാണിത്. കഴിഞ്ഞ 1 വർഷക്കാലമായി വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ശത്രുശല്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, കേസ് വഴക്കുകൾ തുടങ്ങി പലവിധ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു കാണും. എന്നാൽ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക്, അതായത് നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾ എല്ലാം മാറും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി മാറും. തുടർന്ന് 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി 8-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും. ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം അകലെയാണെങ്കിലും മികച്ച ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസ ലഭിക്കാൻ അനുകൂലമായ സമയമാണിത്. IT, മാനേജ്മെൻറ്റ്, മാനുഫാക്ചറിംഗ്, അഗ്രികൾച്ചർ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വിവാഹപ്രായമായവർക്ക് നല്ല ആലോചനകൾ വരികയും വിവാഹം നടക്കുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. കൂട്ടുകച്ചവടത്തിൽ വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഈ സമയം അനുകൂലമാണ്. 8-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 12, 2, 4 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പല അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. വിദേശ യാത്രകൾക്കും പുണ്യസ്ഥല സന്ദർശനത്തിനും അവസരം ലഭിക്കും. കൂടാതെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും വാക്സാമർഥ്യം വർദ്ധിക്കുകയും ചെയ്യും. പുതിയ വീടോ വാഹനമോ സ്വന്തമാക്കാനും കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്താനും ഈ ദൃഷ്ടി സഹായിക്കും. തുടർന്ന് 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ വീണ്ടും 7-ാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നതിനാൽ ദാമ്പത്യ കാര്യങ്ങളിലും ബിസിനസ്സിലും ചില അനുകൂല മാറ്റങ്ങളുണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിന് ശേഷം ദാമ്പത്യ ഐക്യവും ബിസിനസ്സിൽ ലാഭവും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളിൽ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറി ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കുംഭക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.